Hello, in this section we are discussing about the credit and debit cards. Credit card. A credit card is a payment card issued to users to enable the cardholder to pay a merchant for goods and services based on the cardholder's promise to the card issuer to pay them for the amount plus the other agreed charges. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു പേയ്മെന്റ് കാർഡാണ്. അത് കാർഡ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയെ എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ സർവീസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു മെർച്ചന്റിന് പേ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പേയ്മെന്റ് കാർഡാണ്. ഈ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഇഷ്യൂവർ കാർഡ് ഹോൾഡേഴ്സ് ഒരു പ്രോമിസ് നൽകും. അതായത് ഞങ്ങൾ ആ കാർഡിന് ഒപ്പം തന്നെ അതിൽ വരുന്ന എഗ്രീഡ് ചാർജസ്, കുറച്ച് ഇൻട്രസ്റ്റ് എമൗണ്ടോ അല്ലെങ്കിൽ എന്താണോ അതിന്റെ പേയ്മെന്റ് ചാർജസ് വരുന്നത് അതുകൂടെ നൽകിക്കൊള്ളാം എന്നൊരു ഉറപ്പിലാണ് കാർഡ് ഇഷ്യൂവേഴ്സ് കാർഡ് ഹോൾഡേഴ്സിനെ ഒരു പേയ്മെന്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. കണ്ടന്റ്സ് ഓഫ് എ ക്രെഡിറ്റ് കാർഡ്. ഒരു ക്രെഡിറ്റ് കാർഡിൽ പ്രധാനമായിട്ടുമുള്ള കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാങ്കിന്റെ ലോഗോ ഉണ്ടായിരിക്കും. സ്മാർട്ട് കാർഡ്സിലാണെങ്കിൽ EMV ചിപ്സ് ഉണ്ടായിരിക്കും. ദെൻ ബാങ്കിന്റെ ഹോളോഗ്രാം ഉണ്ടായിരിക്കും. കാർഡ് നമ്പർ ഉണ്ടായിരിക്കും. കാർഡ് നെറ്റ്വർക്ക് ലോഗോ ഉണ്ടായിരിക്കും. എക്സ്പയറേഷൻ ഡേറ്റ് ഉണ്ടായിരിക്കും. കാർഡ് ഹോൾഡറിന്റെ പേരുണ്ടായിരിക്കും. ദെൻ കോൺടാക്ട്ലെസ് ചിപ്പ്, ആ ഒരു ചിപ്പും അതിൽ കാണും. ദെൻ റിവേഴ്സ് സൈഡിലാണെങ്കിൽ ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് കാണും, സിഗ്നേച്ചർ സ്ട്രിപ്പ് കാണും, കാർഡ് സെക്യൂരിറ്റി കോഡും കാണും. Credit cards allow the consumers to build a continuing balance of debt subject to the interest being charged. The cardholders indicates consent to pay by signing a receipt with a record of the card details and indicating the amount to be paid or by entering a personal identification number. ക്രെഡിറ്റ് കാർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ കൺസ്യൂമറിനും അവരൊരു ബാലൻസ് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ചിലർക്ക് അത് 10,000 രൂപയുടെ ക്രെഡിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 20,000 രൂപയായിരിക്കാം, ചിലപ്പോൾ 1,00,000 ആയിരിക്കാം. അപ്പോൾ ഓരോ വ്യക്തിക്കും ബാങ്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. ആ ക്രെഡിറ്റ് തീരുന്നത് വരെ അദ്ദേഹത്തിന് പേയ്മെന്റ്സ് ചെയ്യാം. ഇനി അദ്ദേഹത്തിന് കൊടുക്കുന്ന ക്രെഡിറ്റ് അനുസരിച്ചാണ് അതിന്റെ ഇൻട്രസ്റ്റ് ബാങ്ക് ഈടാക്കുന്നത്. ഇനി ഒരു കാർഡ് ഹോൾഡർ അദ്ദേഹം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൺസെന്റ് രണ്ട് രീതിയിൽ കൊടുക്കാറുണ്ട്. ഒന്ന്, ഒരു റെസിപ്റ്റ് സൈൻ ചെയ്തും കൊടുക്കാറുണ്ട്, അതല്ലെങ്കിൽ പിൻ നമ്പർ കൊടുത്തിട്ടും കൺസെന്റ് കൊടുക്കാറുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവേഴ്സ് യൂഷ്വലി വേവ് ഇൻട്രസ്റ്റ് if the balance is paid in full each month, but typically will change full interest on the entire outstanding balance from the date of each purchase of the total balance is not paid. ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവേഴ്സ് യൂഷ്വലി ഒരു മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് 10,000 രൂപയുടെ ക്രെഡിറ്റ് ഉണ്ട്, പക്ഷെ അയാൾ 5,000 രൂപയ്ക്ക് മാത്രമേ പർച്ചേസ് ചെയ്തിട്ടുള്ളെങ്കിൽ 5,000 രൂപ അദ്ദേഹം എത്രയാണോ ചിലവാക്കിയത് അതിനുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും അവർ ഈടാക്കുന്നത്. ക്രെഡിറ്റ് കാർഡ്സ് ഗ്രേസ് പീരീഡ് is a time the card holder has to pay the balance before the interest is assessed on the outstanding balance. ഇനി ക്രെഡിറ്റ് കാർഡിന് ഒരു ഗ്രേസ് പീരീഡ് ഉണ്ട്. ഇത്ര ദിവസത്തിനകത്ത് ഒരു പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് ഇത്രയായിരിക്കും. അതേസമയം ദിവസം കഴിഞ്ഞു പോവുകയാണെങ്കിൽ, ആ ഒരു ഗ്രേസ് പീരീഡ് കഴിഞ്ഞു പോകണമെങ്കിൽ അതിന് ഡബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അവർ കൊടുക്കേണ്ടി വരും. ഗ്രേസ് പീരീഡ്സ് മേ വേരി ബട്ട് യൂഷ്വലി റേഞ്ച് ഫ്രം 20 to 55 days ഡിപ്പെൻഡിങ് ഓൺ ദ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ദ ഇഷ്യൂയിങ് ബാങ്ക്. ഓരോ ബാങ്കിന്റെയും ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. യൂഷ്വലി 20 മുതൽ 55 ദിവസമാണ് ഓരോ ബാങ്കും ഇഷ്യൂ ചെയ്യുന്ന ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. ആ ഗ്രേസ് പീരീഡ് വരെ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് അവർ ക്രെഡിറ്റ് കാർഡിന് കൊടുത്താൽ മതി. ഇനി അത് കഴിഞ്ഞു പോകുന്നെങ്കിൽ നല്ലൊരു എമൗണ്ട് അവർ കൊടുക്കേണ്ടി വരും. ക്രെഡിറ്റ് കാർഡിലെ പാർട്ടീസ് ആരൊക്കെയാണെന്ന് നോക്കാം ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, കാർഡ് ഹോൾഡർ, ആരാണോ കാർഡ് ഓൺ ചെയ്യുന്നത്. ദെൻ കാർഡ് ഇഷ്യൂയിങ് ബാങ്ക്, ഏത് ബാങ്കിൽ നിന്നാണോ അദ്ദേഹത്തിന് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ മെർച്ചന്റ്, അദ്ദേഹം പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സും സർവീസസും വാങ്ങുന്ന കടയുടെ ഓണറാണ് മെർച്ചന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ അക്യൂറിംഗ് ബാങ്ക്, ഏത് ബാങ്കിലോട്ടാണോ ഈ പൈസ ക്രെഡിറ്റ് ആവുന്നത്. ദെൻ ഇൻഡിപെൻഡന്റ് സെയിൽസ് ഓർഗനൈസേഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ സൈറ്റിൽ അവരുടെ പ്രോഡക്ട്സ് അല്ല വിൽക്കുന്നത്, മറ്റു കമ്പനീസിന്റെ പ്രോഡക്ട്സ് അവരുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി വിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പൈസ കൊടുക്കുന്നത് ആമസോൺ ആണ് പിന്നെ അവർക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇൻഡിപെൻഡന്റ് സെയിൽസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ മെർച്ചന്റിന് അക്കൗണ്ട് ഉണ്ട്. ദെൻ കാർഡ് അസോസിയേഷൻ, ഓരോ കാർഡിനും ഓരോ ട്രാൻസാക്ഷൻ പേയ്മെന്റ് ഗേറ്റ് ഉണ്ട്. ഇപ്പൊ മാസ്റ്റർ കാർഡ് ആയിരിക്കാം, ചിലത് അമേരിക്കൻ എക്സ്പ്രസ് ആയിരിക്കാം, ചിലത് ഡിസ്കവർ ആയിരിക്കാം, ചിലത് റുപ്പേ ആയിരിക്കാം. അതും ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ ഇൻവോൾവ് ആണ്.
ട്രാൻസാക്ഷൻ നെറ്റ്വർക്ക് ഓരോ മോഡ് ഓഫ് പേയ്മെന്റിൽ കൂടെയാണ് ഓരോ കാർഡിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ചിലത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിരിക്കും, ചിലത് ICICI ഗേറ്റ് വേ ആയിരിക്കാം, ചിലത് SBIയുടെ മറ്റേതെങ്കിലും ഗേറ്റ് വേ ആയിരിക്കാം. അപ്പോൾ ഓരോ കാർഡിനും ട്രാൻസാക്ഷൻ നെറ്റ്വർക്ക്സ് ഉണ്ട്. ദെൻ അഫിനിറ്റി പാർട്ട്ണർ എന്ന് പറയുന്നത് ബാങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലുമൊക്കെ പാർട്ട്നേഴ്സ് വർക്ക് ചെയ്യും. അപ്പോൾ അവരുടെ കസ്റ്റമേഴ്സ് കൂടെ ഈ ബാങ്കിന് കിട്ടും. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ചാരിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ ഓർഗനൈസേഷനോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസോ സ്പോർട്സ് ടീംസോ ഒക്കെ ഈ ഒരു ബാങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. അപ്പോൾ അവരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളെയും ബാങ്കിന് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടും. അതിനൊപ്പം തന്നെ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സും ഇതിൽ ഇൻവോൾവ് ആണ്. ഇനി മറ്റൊരു ടേമാണ് ഇന്റർചേഞ്ച്. ഇൻഫോർമേഷനും മണിയും രണ്ട് ആളുകൾ തമ്മിലുള്ള ആ ഒരു ഫ്ലോയെ പറയുന്ന പേരാണ് ഇന്റർചേഞ്ച് എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. Types of credit card. Mainly there are 4 types of credit cards: business credit card, secured credit card, prepaid card, digital card. Business credit card. Business credit cards are specialized credit cards issued in the name of a registered business, and typically they can only be used for business purposes. ബിസിനസ് ക്രെഡിറ്റ് കാർഡ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു രജിസ്റ്റേർഡ് ബിസിനസിന്റെ പേരിൽ ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡാണ് ബിസിനസ് ക്രെഡിറ്റ് കാർഡ്. ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രമേ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Business credit cards are offered by major card issuers like American Express, Visa, MasterCard, in addition to local banks and credit unions. ബിസിനസ് ക്രെഡിറ്റ് കാർഡ്സ് ലോക്കൽ ബാങ്ക്സും ക്രെഡിറ്റ് യൂണിയൻസും ഇഷ്യൂ ചെയ്യുന്നതിനൊപ്പം തന്നെ മേജർ കാർഡ് ഇഷ്യൂവേഴ്സായ അമേരിക്കൻ എക്സ്പ്രസും വിസയും മാസ്റ്റർ കാർഡും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. Secured credit card. A secure credit card is a type of credit card secured by a deposit account owned by a cardholder. Typically, the cardholder must deposit between 100% and 200% of the total amount of the credit desired. Thus, if the cardholder puts down rupees 10,000, they will be given credit to a range of 5,000 to 10,000. Secured credit card എന്ന് പറയുന്നത് ആ ഒരു ക്രെഡിറ്റ് കാർഡിനകത്ത് ആരാണോ കാർഡ് ഹോൾഡർ അദ്ദേഹം കുറച്ച് എമൗണ്ട് നിക്ഷേപിക്കണം. എന്നിട്ട് അദ്ദേഹം നിക്ഷേപിക്കുന്നതിൽ നിന്നും 100% മുതൽ 200% വരെ ബാങ്ക് ക്രെഡിറ്റ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി നിക്ഷേപിക്കുന്നത് 10,000 രൂപയാണെന്ന് ഇരിക്കട്ടെ. എന്നാൽ ആ 10,000 രൂപയ്ക്ക് പുറമെ അദ്ദേഹത്തിന് 5,000 രൂപ മുതൽ 10,000 രൂപ വരെ ഒരു ബാങ്ക് ക്രെഡിറ്റ് കൊടുക്കും. അതാണ് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പ്രീപെയ്ഡ് കാർഡ്. A prepaid credit card is not actually a true credit card, since no credit is offered by the card issuer. The cardholder spends money which has been stored via a prior deposit by the cardholder or someone else, such as a parent or employer. Prepaid cards എന്ന് പറഞ്ഞാൽ ഒരു ട്രൂ ആയിട്ടൊരു ക്രെഡിറ്റ് കാർഡ് അല്ല. പകരം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പൈസ അതിൽ ഓൾറെഡി സ്റ്റോർഡ് ആയിരിക്കും. അതനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന് അതിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ സ്റ്റോർ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം ആയിരിക്കത്തില്ല, അദ്ദേഹത്തിന്റെ പാരൻസോ അതല്ലെങ്കിൽ ഏതെങ്കിലും എംപ്ലോയറോ ആയിരിക്കും. However, it carries a credit card brand such as Discover, Visa, MasterCard, American Express, etc. and can be used in the similar way just as though it were a credit card. എന്നിരുന്നാൽ തന്നെയും ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ബ്രാൻഡ് നെയിമിലാണ് അത് അറിയപ്പെടുന്നത്. ഒന്നേ മാസ്റ്റർ കാർഡായിട്ടോ വിസ കാർഡായിട്ടോ അമേരിക്കൻ എക്സ്പ്രസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും ഒരു ക്രെഡിറ്റ് കാർഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന സിമിലർ രീതിയിലുമാണ്. Unlike debit cards, prepaid credit cards generally do not require a PIN. മറ്റേ ഇനി ഒരു ഡെബിറ്റ് കാർഡിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന് പിന്നിന്റെ ആവശ്യമില്ല. ആ പ്രീപെയ്ഡ് കാർഡ് കൊടുത്താൽ മാത്രം മതി പർച്ചേസിംഗ് നടക്കും. Digital card. A digital card is a digital cloud-hosted virtual representation of any kind of identification card or payment card, such as a credit card. It is also known as virtual card or cloud card. Unlike a plastic card, digital card does not require any physical representation, rather number or QR is given. ഡിജിറ്റൽ കാർഡ് എന്ന് പറയുന്നതിന് വെർച്വൽ കാർഡെന്നോ ക്ലൗഡ് കാർഡെന്നോ അറിയപ്പെടാം. നമുക്ക് ഫിസിക്കൽ ആയിട്ടൊരു പ്ലാസ്റ്റിക് കാർഡിന്റെ ആവശ്യമില്ല. പകരം ഡിജിറ്റൽ രീതിയിലാണ് പേയ്മെന്റ് നടത്തുന്നത്. QR കോഡോ എന്തെങ്കിലും ഒരു പിൻ നമ്പറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ പേയ്മെന്റ്സ് നടത്താൻ പറ്റും. നമ്മൾ ഗൂഗിൾ പേ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഗൂഗിൾ പേ പോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സും അവൈലബിൾ ആണ്. Importance of having a travel credit card. ടൂറിസത്തിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? Travel credit cards are specially designed credit cards that bring in maximum benefit to the cardholder who travels alone due to these cards, partnership and co-branding arrangements.
ക്രെഡിറ്റ് കാർഡ്സിൽ തന്നെ ട്രാവൽ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. ഈ ട്രാവൽ ക്രെഡിറ്റ് കാർഡ്സ് പ്രധാനമായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ കാർഡിന് മറ്റ് ബ്രാൻഡ്സുമായിട്ടും പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഇപ്പോൾ മേക്ക് മൈ ട്രിപ്പുമായിട്ടും അല്ലെങ്കിൽ തോമസ് കുക്ക് ഇന്റർനാഷണലുമായിട്ടും ഒക്കെ അവർക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് വഴി ഈ രണ്ട് കമ്പനിമാർക്കും ഒപ്പം തന്നെ ആ കാർഡ് ഹോൾഡറിന് അത് ബെനിഫിറ്റ് ആണ്. Reward points are one of the mainstay of travel credit cards. While using a travel credit card, you are eligible for reward points while using the card on travel spends as well as on normal spends. Generally, travel-related spends earn you accelerated reward points like 2x or 3x times more than a normal spend. ഇനി ട്രാവൽ കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടും. സാധാരണ രീതിയിൽ കിട്ടുന്ന റിവാർഡ്സ് പോയിന്റ്സിന് 2 ഇരട്ടിയോ 3 ഇരട്ടിയാണ് ട്രാവൽ കാർഡ് വെച്ച് സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിവാർഡ് പോയിന്റ്സ് വെച്ചിട്ട് അദ്ദേഹത്തിന് വീണ്ടും കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. റിവാർഡ്സ് ഫോർ എയർ മൈൽസ്. ഇനി അദ്ദേഹം ട്രാവൽ ചെയ്യുന്നത് ഇന്റർനാഷണൽ ആണെങ്കിൽ ഇന്റർനാഷണലിൽ അദ്ദേഹം എത്ര മൈൽ ട്രാവൽ ചെയ്യുന്നു ആ ഒരു മൈലിനനുസരിച്ചും അദ്ദേഹത്തിന് റിവാർഡ്സ് കിട്ടും. അതും വെച്ച് അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാൻ പറ്റും. റിവാർഡ് പോയിന്റ്സ് ഫോർ അതർ ട്രാവൽ ബുക്കിംഗ്സ്. ഇപ്പോൾ ഹോട്ടൽസ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ ബുക്ക് ചെയ്യുക, അതിനൊക്കെയും റിവാർഡ് പോയിന്റ്സ് കിട്ടും. അത് വെച്ചും ഫർദറായിട്ട് അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. Concierge services. Many of the travel credit cards do come with concierge services that can take care of everything from their travel bookings, hotel bookings, transfers and more. ഇനി ഒരു ട്രാവലിന് വേണ്ടി മാത്രമല്ല മറ്റു സർവീസസിന് വേണ്ടിയിട്ട്, അതായത് ഹോട്ടൽ ബുക്കിങ്ങിനോ ട്രാൻസ്ഫേഴ്സിനോ ഒക്കെ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാനും ട്രാവൽ കാർഡ്സ് യൂസ് ചെയ്യാം. എല്ലായിടത്തും മണി കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യാം. ദെൻ ഫോറിൻ കൺട്രി പേയ്മെന്റ്സ്. മറ്റു രാജ്യങ്ങളിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് മണി എക്സ്ചേഞ്ച് ഒക്കെ നടത്തേണ്ടി വരും. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫോറിൻ പേയ്മെന്റ്സ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ദെൻ ട്രാവൽ ഇൻഷുറൻസ്. ട്രാവൽ കാർഡ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇൻഷുറൻസ്. കാർഡ് നഷ്ടപ്പെട്ടാലും ഇൻഷുറൻസ് ഉണ്ട്. ആ വ്യക്തിക്ക് എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ പറ്റിയാലും ആ ഇൻഷുറൻസ് ക്രെഡിറ്റ് കാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Debit card. Debit card is also known as bank card or plastic card or check card. It is a plastic payment card that can be used instead of cash when making purchases. ഡെബിറ്റ് കാർഡിന് മറ്റൊരു പേര് ബാങ്ക് കാർഡ്, പ്ലാസ്റ്റിക് കാർഡ് അല്ലെങ്കിൽ ചെക്ക് കാർഡ് എന്നാണ്. ഒരു പ്ലാസ്റ്റിക് പേയ്മെന്റ് കാർഡാണ്. ക്യാഷിന് പകരം നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്ത് പോകുന്ന രീതിക്ക് നമുക്ക് പേയ്മെന്റ് നടത്താൻ പറ്റുന്ന ഒരു കാർഡാണ് ഡെബിറ്റ് കാർഡ്. The money is immediately transferred directly from the cardholder's bank account when performing a transaction. എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഡെബിറ്റ് കാർഡ് ഹോൾഡറിന്റെ അക്കൗണ്ടിലുള്ള പൈസ നേരിട്ട് ആ ട്രാൻസാക്ഷൻ നടത്തുന്ന ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഡെബിറ്റ് കാർഡ്സ് usually allow instant withdrawal of cash, acting as an ATM card for these purposes. ഡെബിറ്റ് കാർഡിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ക്രെഡിറ്റ് കാർഡ് പോലെയല്ല, ATM-ൽ ഉപയോഗിച്ചിട്ട് ക്യാഷ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാനും ഡെബിറ്റ് കാർഡ് സഹായിക്കുന്നുണ്ട്. Merchants may also offer cashback facilities to customers so that a customer can withdraw cash along with the purchase. ചില മെർച്ചൻസ് ഒക്കെ ഈ ഡെബിറ്റ് കാർഡിന് യൂസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ക്യാഷ് ബാക്ക് ഒക്കെ കൊടുക്കാറുണ്ട്. ചില പെട്രോൾ പമ്പ്സിലൊക്കെ അവർ 2-3 രൂപയൊക്കെ നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ക്യാഷ് ബാക്ക് കൊടുക്കാറുണ്ട്. ബ്രാൻഡ്സ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്സ്: വിസ കാർഡ്, മാസ്റ്റർ കാർഡ്, അമേരിക്കൻ എക്സ്പ്രസ് കമ്പനി, ഡിസ്കവർ, റുപ്പേ. ക്രെഡിറ്റ് കാർഡായാലും ഡെബിറ്റ് കാർഡായാലും അത് ഇഷ്യൂ ചെയ്യുന്നത് ഓരോ പേയ്മെന്റ് കമ്പനീസ് ആണ്, ഓരോ ഫിനാൻഷ്യൽ സർവീസ് കമ്പനീസ് ആണ് ഓരോ കാർഡും ഇഷ്യൂ ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ഗേറ്റ്സും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Visa Inc., also known as Visa, is an American multinational financial service corporation headquartered in Foster City, California, United States. Visa എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ ഫിനാൻഷ്യൽ കമ്പനിയാണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കാലിഫോർണിയയിലെ ഫോസ്റ്റർ സിറ്റി ആണ്. It facilitates electronic fund transfer throughout the world. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ്ലി കോമൺലി ത്രൂ വിസ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ് ആൻഡ് പ്രീപെയ്ഡ് കാർഡ്സ്. പ്രധാനമായിട്ടും ഇഷ്യൂ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ്സും ഡെബിറ്റ് കാർഡ്സും അതുപോലെ തന്നെ പ്രീപെയ്ഡ് കാർഡ്സുമാണ്. Mastercard is an American multinational financial service corporation headquartered in Mastercard International Global Headquarters in Purchase, New York, United States. മാസ്റ്റർ കാർഡും ഒരു മൾട്ടിനാഷണൽ ഫിനാൻഷ്യൽ കമ്പനി കോർപ്പറേഷൻ ആണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂയോർക്ക് ആണ്.
Throughout the world, its principal business is to process the payments between the bank of merchants and card issuing bank. വിസ കാർഡ് പറഞ്ഞതുപോലെ തന്നെ മാസ്റ്റർ കാർഡും കൂടുതലും പേയ്മെന്റ് പ്രോസസ്സ് ബാങ്കും മെർച്ചൻസും തമ്മിലുള്ള പേയ്മെന്റ് പ്രോസസ്സിംഗ് ആണ് കൂടുതലായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇനി ഇതും ഇഷ്യൂ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പ്രീപെയ്ഡ് കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഡെബിറ്റ് കാർഡ്സും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. American Express Company or Amex. The American Express Company is an American multinational financial service corporation headquartered at 200 Versailles Street in New York City. American Express കമ്പനിയും യു എസിലെ ന്യൂയോർക്ക് സിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൾട്ടിനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കമ്പനിയാണ്. The company is best known for its charge card, credit card and traveler check business. American Express കമ്പനി പ്രധാനമായിട്ടും ഇഷ്യൂ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡും ചാർജ് കാർഡും അതുപോലെ ട്രാവലേഴ്സ് ചെക്കുമാണ്. Discover. Discover is a credit card brand issued primarily in the United States. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു മൾട്ടിനാഷണൽ ക്രെഡിറ്റ് കാർഡ് കമ്പനിയാണ് ഡിസ്കവർ എന്ന് പറയുന്നത്. ഡിസ്കവർ did not charge an annual fee and offer a higher than normal credit limit, features that were disruptive to the existing credit card industry. ഡിസ്കവറിന്റെ പ്രത്യേകത ഇതിന് ആനുവൽ ഫീ ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല മറ്റു കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ക്രെഡിറ്റ് ഡിസ്കവർ കാർഡ് കൊടുക്കുന്നുണ്ട്. RuPay. RuPay is a card scheme conceived and launched by the National Payments Corporation of India on 26 March 2012. ഇതുവരെ പറഞ്ഞ എല്ലാ ഫിനാൻഷ്യൽ കമ്പനീസും അമേരിക്കൻ കമ്പനീസ് ആയിരുന്നു. നമ്മുടെ നേറ്റീവായ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു കമ്പനിയാണ് RuPay എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് 26 മാർച്ച് 2012 നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ടു ഫുൾഫിൽ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് വിഷൻ ടു ഹാവ് എ ഡൊമസ്റ്റിക് ആൻഡ് ഓപ്പൺ മൾട്ടിലാറ്ററൽ സിസ്റ്റം ഓഫ് പേയ്മെന്റ്സ്. ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഡൊമസ്റ്റിക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു മൾട്ടിലാറ്ററൽ പേയ്മെന്റ് സിസ്റ്റം വേണമെന്ന റിസർവ് ബാങ്കിന്റെ വിഷൻ വെച്ച് ലോഞ്ച് ചെയ്തൊരു സിസ്റ്റമാണ് RuPay സിസ്റ്റം. RuPay facilitates electronic payments at all Indian banks and financial institutions. ഇന്ത്യയിലുള്ള എല്ലാ ബാങ്ക്സിന്റെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഇലക്ട്രോണിക് പേയ്മെന്റ്സ് RuPay ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. NPCI maintains ties with Discover Financial (JCB) to enable RuPay card scheme gain international acceptance. Internationally RuPay കാർഡിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കമ്പനീസായ ഡിസ്കവർ ഫിനാൻഷ്യലുമായിട്ടും JCB ആയിട്ടും നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഒരു ടൈപ്പ് ഉണ്ട്. In India, 90% of the credit card transaction and almost all debit card transactions are domestic. However, the cost per transaction was low with RuPay compared to the foreign card schemes. ഇന്ത്യയിൽ ഇപ്പോൾ 90% ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷനും അതുപോലെ ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷനും ഡൊമസ്റ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. RuPay കാർഡ് വെച്ചിട്ട് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. RuPay കാർഡിന്റെ പ്രത്യേകത മറ്റു ഫോറിൻ കാർഡ് സ്കീംസിനെക്കാട്ടും ചാർജ് കുറവാണ് RuPay കാർഡ്സിന്.